ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, രേവതി എങ്ങാനും അമ്മയുടെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ കുടുങ്ങും, എങ്ങനെയും അമ്മയെ മറ്റൊരിടത്തേക്ക് മാറ്റാം, ഒരു കാര്യം ചെയ്യാം, അച്ചമ്മയുടെ വീട്ടിലേക്ക് മാറ്റാം എന്ന് ശ്രുതി പറയുന്ന സമയത്ത് നീ എന്തിനാ ശ്രുതി ഇങ്ങനെ ഓരോരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത്, രേവതി അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. നിനക്കറിയാൻ മേലാഞ്ഞിട്ടില്ല, ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ആത്മഹത്യ ചെയ്യുക തന്നെ ചെയ്യും. മാത്രമല്ല രേവതിയുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ്റെ വണ്ടിക്ക് മുന്നിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത്, അതൊക്കെ നീ മറന്നുപോയി. എന്തായാലും അമ്മയെ എങ്ങോട്ടേക്കും മാറ്റിയാൽ മതിയാവും, അച്ഛമ്മയുടെ വീട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അച്ഛമ്മയ്ക്ക് രേവതി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛമ്മ തന്നെ അമ്മയെ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് മാറ്റാൻ വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണമെന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് നീ ഒന്നും മിണ്ടാതിരിക്കും, ശ്രുതി വന്ന് കിടക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ ശ്രുതി ഇങ്ങനെ പറയുകയാണ്, എങ്ങനെയും അമ്മയെ എങ്ങോട്ടെങ്കിലും മാറ്റണം, അല്ലെന്നാണെങ്കിൽ അമ്മയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ പുറത്ത് നിന്നുകൊണ്ട് ചന്ദ്ര കേൾക്കാം കേട്ടോ. ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടി വരച്ച് നിൽക്കാട്ടോ നമ്മുടെ ചന്ദ്ര. ഇതേ സമയം തന്നെ സച്ചിയും ഈച്ചയും കൂടി പലയിടങ്ങളിലായിട്ട്, അതായത് രേവതി പോകുന്ന പൂക്കടകളിലും രേവതിക്ക് അറിയാവുന്ന ചേച്ചിമാരുടെ വീട്ടിലും എല്ലാം തന്നെ രേവതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ നിരാശയാണ് ഫലം. അങ്ങനെ വളരെയധികം സങ്കടത്തോടുകൂടി നിൽക്കുന്ന സമയത്താണ് രവി ഫോണിലേക്ക് വിളിക്കുന്നത്. രവി വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട്, രേവതി മോളെ കണ്ടു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എന്ന് സച്ചി മറുപടി പറയേണ്ടത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. വേറെ തന്നെ രവി സച്ചിയോടായിട്ട് പറയുന്ന ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറയുമ്പോൾ അച്ഛനെന്തേ പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാണ്ട് സച്ചി. അത് വേണം, എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണത്തിന് കൂടാതെ പോലീസുകാരുടെ ഭാഗത്തും കൂടി ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും രേവതി മോളെ വേഗം കണ്ടുപിടിക്കാനാവുമെന്നൊക്കെ രവി പറയുകയാണ്. അപ്പോൾ കോള് കട്ട് ചെയ്തതിന് ശേഷം ഈച്ചയോടായിട്ട് ഈ ഒരു കാര്യം, അതായത് അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ എത്രയും വേഗം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഈച്ച സച്ചയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശരത്താകട്ടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ ചെല്ലുന്ന ആന്റണിയുടെ അടുത്തേക്കാണ്. ആന്റണിയെ സുഹൃത്തുക്കളും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്താണ് ശരത്ത് നിന്ന് കയറുന്നത്. ചെന്ന ഉടനെ തന്നെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ, രേവതി പിണങ്ങിപ്പോയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന സമയത്ത് നീ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നത്, നിനക്ക് സച്ചിയുടെ സ്വഭാവം അറിയില്ല, ഇനി സച്ചി എന്തെങ്കിലും ചെയ്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ശരത്ത് മടിച്ചു നിൽക്കുമെങ്കിലും ആന്റണിയുടെ നിർമ്മിതപ്രകാരം തന്നെ സച്ചിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ശരത്ത് പോവാണ്ട്. ശരത്ത് പോയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ആന്റണിയുടെ സുഹൃത്തും കൂടി തന്റെ പദ്ധതികൾ താൻ വിചാരിച്ച രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ശരത്തിന് മുൻനിർത്തി തന്നെ സച്ചിയെ രേവതിയെ പിരിക്കണം, അവനോട് പ്രതികാരം വീഴണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയം പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ചെന്ന സച്ചി ആണെങ്കിൽ അകത്തേക്ക് കയറാൻ മടിച്ചു നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഈച്ച പറയും, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കേണ്ട കാര്യമുണ്ട്, നമുക്കൊന്നുകൂടി അന്വേഷിച്ചിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കുക, അതുകൂടെ പോലീസുകാരോട് അന്വേഷണം നടത്തുന്നത്, നീ വേഗം വായെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകട്ടോ. എന്നാൽ സച്ചി അകത്തേക്ക് ചെല്ലുന്നതിന് തൊട്ടു മുന്നേ തന്നെ ശരത്ത് അവിടെ വന്നിട്ടുണ്ട്. ശരത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാനാണ്. ആ വീട്ടിൽ തന്റെ മാനസികവും ശാരീരികമായി പീഡനം എടുക്കുന്നുണ്ട്. അമ്മായിയമ്മയുടെ വക മാത്രമല്ല, ചേച്ചിയുടെ ഭർത്താവ് വെള്ളം അടിച്ചിട്ട് വന്നിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ ചേച്ചിനോട് പെരുമാറുകയും തല്ലാനായിട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളപ്പരാതിയാണ് നമ്മൾ ശരത്ത് കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ സച്ചിയും ഈച്ചയും കൂടി കയറി അങ്ങോട്ടേക്ക് വരും. വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, സാർ എൻ്റെ ഭാര്യയെ കാണാനില്ല, രേവതി എന്നാണ് പേര് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ പറയുന്ന രേവതിയുടെ അനിയനായിരിക്കുമല്ലേ ഇവൻ നിനക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പോലീസുകാരൻ പറയുന്ന സമയത്ത് ഞെട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ സച്ചി ശരത്തിനെ നോക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ശരത്ത് അവിടെ നിൽക്കുന്നത് സച്ചി ശരിക്കും കാണുന്നത്. വേഗത്തിന് സച്ചി ചോദിക്കുന്നു, ശരത്തെ നീ എന്താ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കാരണമല്ല എൻ്റെ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായ രീതിയിൽ തന്നെ ശരത്ത് പെരുമാറുന്നുണ്ട്. ആ ഒരു സമയത്ത് സകല നിയന്ത്രണവും വിട്ട് തന്നെ ശരത്തിനെ തല്ലാനായിട്ട് സച്ചി കൈയൊങ്ങാട്ടോ. പെട്ടെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ വീടല്ല, ഇത് പോലീസ് സ്റ്റേഷനിൽ, ഇവിടെ ഇത്രയ്ക്ക് തൻ്റെ ഇടമോ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിന് വഴക്കൊക്കെ പറയാട്ടോ. വേഗത്തിന് സച്ചി പറയുന്നത്, സാർ എൻ്റെ ഭാര്യയെ കാണാനില്ല, അവളെന്ന് ചോദിച്ചാൽ എനിക്ക് ജീവനാണ്, അവളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാവുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ വെച്ചുണ്ടായോ എന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല സാർ, അവൾ എന്നത്തെ പോലെ തന്നെ പൂ വിൽക്കാനായിട്ട് പോയതായിരിക്കുമെന്ന് കരുതിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്, പക്ഷേ ഇത്രയും നേരമായിട്ട് അവൾ വന്നിട്ടില്ല എന്നൊക്കെ സച്ചി ഭയങ്കര സങ്കടത്തോട് തന്നെ പറയാട്ടോ. ഈ ഒരു സമയത്ത് ശരത്ത് വേഗം പറയുന്നുണ്ട്, ഇതെല്ലാം ഇയാളുടെ അഭിനയമാണ്, ഇയാൾ വെള്ളം അടിച്ചത് എൻ്റെ ചേച്ചിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുമായിരുന്നു, മാത്രമല്ല പല തവണകളായിട്ട് ഉപദ്രവിക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഈച്ച വേഗം പറയണ, ശരത്തെ നീ വെറും നുണ പറയരുത്, ഇവരുടെ സ്നേഹം എന്താണ് നിനക്ക് നന്നായിട്ട് അറിയാം, നീ വെറുതെ വീട്ടിലെ പ്രശ്നം ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിന് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് സച്ചി പോലീസുകാരനോട് പറയുന്നത്, സാർ ഇവന് ചേച്ചിയോടുള്ള സ്നേഹമാണെന്ന് പറയും, ആ ചേച്ചി പറഞ്ഞ് എന്തെങ്കിലും കാര്യം ഇവൻ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്, ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവൻ ജീവിക്കുന്നത്
എന്ന് കൂടെ സാർ ചോദിച്ചു നോക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരത്ത് തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് രേവതിയുള്ള സ്നേഹവും ശരത്ത് കള്ളപ്പരാതിയാണ് നൽകാൻ വന്നിരിക്കുന്നതെന്നുള്ള കാര്യം ഏകദേശം ആ പോലീസുകാരന് മനസ്സിലാവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയില്ല, 24 മണിക്കൂർ കഴിയാതെ ഒരു മിസ്സിംഗ് കേസും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ആയിട്ട് ആളെത്തിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോലീസുകാരൻ പറയാം കേട്ടോ. ഇപ്പോഴത്തെ തന്നെ ചരിത്രം പറയുന്നു, സാർ അപ്പോൾ എൻ്റെ പരാതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിൻ്റെ കുടുംബ പ്രശ്നം നീ കുടുംബത്തിൽ തന്നെ തീർക്കാൻ നോക്കല്ല, പോലീസ് സ്റ്റേഷനിലേക്കല്ല വരേണ്ടതെന്ന് പറഞ്ഞു ശരത്തിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. കൂടത്തിൽ തന്നെ സച്ചിൻ വളരെ സങ്കടത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ശരത്തിനെ കാണുന്ന സമയത്ത് ശരത്തിനോടായിട്ട് സച്ചി താക്കീത് നൽകുന്നുണ്ട്. നീ ഇപ്പോൾ ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്നും നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നോട് പകരം വീട്ടേണ്ട ഈ ഒരു സമയത്തല്ല എന്നൊക്കെ സച്ചി ശരത്തിനോട് പറയുന്ന സമയത്ത് എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ കേസ് കൊടുത്തിരിക്കുന്ന, ആരുടെയും നിർബന്ധപ്രകാരമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് കയർത്ത് സംസാരിക്കുകയാണ് ശരത്ത്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, നീ ഇവിടെ നിന്ന് വിട്ടോ ശരത്ത്, അല്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞിട്ടാണ് വിടുന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷവും സച്ചി രേവതി ഒരുപാട് ഇടങ്ങളിൽ അന്വേഷിക്കുന്നതിൻ്റെ അവസാനം ഒരു അമ്പലത്തിന് മുന്നിലായിട്ട് വണ്ടി നിർത്തുകയായിട്ട്. എന്നിട്ട് ഈച്ചറായിട്ട് പറയുന്നുണ്ട്, ഇനി നീയായിട്ട് വണ്ടി ഓടിക്കുക, എന്നെ കൊണ്ടിന് വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ തന്നെ അമ്പലത്തിന് നടയിലേക്ക് ചെന്നതിന് ശേഷം പറയുന്നുണ്ട്, നീ ഉണ്ടോ എന്നോ ഇല്ല എന്നൊന്നും തന്നെ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് കാരണം എൻ്റെ രേവതിയാണ്, അവളെ എന്നെക്കാൾ നന്മയുള്ളവളാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാനാവുകയില്ല, അത് ഞാൻ മൂലമാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നീട് ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്നൊക്കെയാണ് അമ്പലത്തിന് നടയിലേക്ക് നോക്കിക്കൊണ്ട് സച്ചി കരഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈച്ച വളരെയധികം പേടിയോടും അതിലുപരി സങ്കടത്തോടും കൂടിയിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.